നമ്മൾ ഒരു അതിമനോഹരമായ ഒരു അതിമനോഹരമായ ഒരു ഹോട്ടലിലേക്ക് കയറിയേക്കാണ്. അപ്പോൾ അവിടെ പോസ്റ്ററിൽ തന്നെ ഞാൻ അവിടെ കണ്ട പോലെ തന്നെ നല്ല ഊട്ടിയിലത്തെ പ്രധാന കുറച്ച് സ്ഥലങ്ങളൊക്കെ അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ കൊട്ടാരത്തിൽ കയറിയൊരു ഫീലുണ്ട്. ഇപ്പോൾ നമ്മൾ പടവുകൾ കയറാൻ പോവാണ്. അടിപൊളിയായിരുന്നു. അതെ ഗൈസ്, ഇവിടെ ഇതെങ്ങനെ ചേരുന്നിട്ട് ഇതെങ്ങനെ വരുന്നതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. ഞങ്ങളെല്ലാം ഫോർ റൂംസ് ആണുള്ളത്, അല്ല 4 ബെഡ്സ് ആണുള്ളത്. അതിൽ ഒരു ബെഡ് എക്സ്ട്രാ വന്നു ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവർ എൻ്റെ തൊപ്പി അടിച്ച് മതിയേക്കാണ് എൻ്റെ അപ്പൻ. പിന്നെ ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. രാത്രിയാണ്. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ അടുത്ത് വാശി പിടിക്കുകയാണ് ഗൈസ്. എൻ്റെ കുഞ്ഞുകുട്ടി, എൻ്റെ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടമുള്ള ആൻറ്റിയാണ് ഗൈസ് എൻ്റെ അമ്മ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സിലാക്കും ഗൈസ് ആര് ആൻറ്റി. പിന്നെ ഇവർ രണ്ടുപേരും ഫോട്ടോ എടുത്തു. ഞാനപ്പോൾ വേറെ ഏതോ ഒരു ഭൂതോലോകത്തേക്ക് പോയിക്കായിരുന്നു ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ബട്ട് എൻ്റെ അമ്മ വീട്ടിലുണ്ടല്ലോ, എനിക്ക് എപ്പോഴാണെങ്കിലും എടുക്കാമല്ലോ. പിന്നെ നമ്മളിത് അവിടെ നമ്മുടെ മിഠായി തെരുവ്, കോഴിക്കോട്ടത്തെ മിഠായി തെരുവ് പോലെ ഇവിടെയും മിഠായി തെരുവിൻ്റെ ഒരു സെറ്റപ്പ്. മിഠായി തെരുവ് ഒന്നല്ല, അത്രയ്ക്കുള്ളതൊന്നും ഇല്ല ഇവിടെ. നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അടുത്തുള്ള കുറേ കടകളുണ്ടാവില്ല, അങ്ങനത്തെ കുറച്ച് കടകളുണ്ട് ഇവിടെ. കുറച്ച് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ കയറിയിട്ട് കുറച്ച് സ്വീറ്റ്സും പിന്നെ ഊട്ടി ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാഷ്മെല്ലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാഷ്മെല്ലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തിന്നില്ല ഗൈസ്. എന്നിട്ട് ഇവർക്കെന്നെ കൊടുത്ത് ഇവരും തിന്നില്ല. എന്നിട്ട് അതുകൊണ്ട് കളഞ്ഞില്ല. എൻ്റെ അമ്മയും ഇവരുടെ അമ്മയും കൂടെ തിന്നു തീർത്തു. ഇവർ രണ്ടമ്മയ്ക്കും അത് ഇഷ്ടമല്ല. ബട്ട് എങ്ങനെയൊക്കെ തിന്നു. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അല്ല, ഈ നമ്മുടെ കാറിൻ്റെ പേര് പറ. കാറിന് പേരൊക്കെ അറിയില്ല ഗൈസ്. ആ കാറിലേന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അവിടെ പിന്നെ കുറേ സ്ഥലം ഇരിക്കാൻ കുറേയൊക്കെ സ്ഥലം ഉണ്ടാവും. ഡ്രസ്സായിരുന്നു ഇരിക്കാൻ. കണ്ടില്ല ഗൈസ് എൻ്റെ കൈമിട്ടേക്കുന്ന ആ റെഡ് അല്ല പിങ്ക് അല്ല, അതെ അത് പിങ്കാണ്. ഈ ഡാർക്ക് കളറാണ് ഈ റോസ്, ലൈറ്റ് കളറാണ് പിങ്ക്. പിങ്കിൻ്റെ ഫുൾ ഫോമാണ് ബേബി പിങ്ക്. അപ്പം നിങ്ങൾ ആരും ചെന്നിട്ട് ഡാർക്ക് കളറിന് പോയിട്ട് പിങ്ക് എന്നൊന്നും വിളിക്കരുത് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഊട്ടി ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വാശി പിടിച്ചിട്ട് മാഷ്മെല്ലോ വാങ്ങിച്ചു. ബട്ട് ഞങ്ങൾ തിന്നതുമില്ല. അപ്പം അമ്മയുടെ വായിന്ന് നല്ലത് കേട്ടു. 2 എണ്ണമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം ഇങ്ങനെയൊക്കെ തിന്നോർത്തു. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് കുറച്ചൊക്കെ ഇവരൊക്കെ തിന്നു. പിന്നെ ഞങ്ങൾ കൊടുത്തു. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പിന്നെ അത് തിന്ന് കഴിഞ്ഞിട്ട് ഹാപ്പിനെസ് ഒക്കെ പോയി. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ഇനി നീ പറയും. പിന്നെ എനിക്ക് മിഠായികളൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആക്ഷൻ കാട്ടിക്കൊടുത്തു. ഗൈസ് ഞാൻ കേട്ടോ കുഞ്ഞു ചെറുതാണ്, വീഡിയോസിലൊന്നും പറയുന്നത് ഇഷ്ടമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം കുഞ്ഞു ബേബി. അവള് വലിയ കുട്ടിയാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെന്ന് പറയണം, കുഞ്ഞമ്മാമ. ഇനി ഇവളെല്ലാവരും കുഞ്ഞമ്മാമ എന്ന് വിളിച്ചാൽ മതി. ഇവളുടെ ഇരട്ട പേരാണ് ഗൈസ് കുഞ്ഞമ്മാമ. അപ്പോൾ ടുട്ടു ചേച്ചിയുടെ ഇരട്ട പേര് അറിയണ്ട ഗൈസ്. അപ്പൊ റോസിന്റെ അറിയോ, റോസമ്മാമ. അയ്യോ ഗൈസ്. പിന്നെ നമ്മൾ അവിടെ കുറേ കുഞ്ഞു ബോൾസിൻ്റെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് വൈറ്റ്, ബ്രൗൺ, പിന്നെ ബ്ലാക്ക്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഡ്രസ്സ് ഉണ്ടായിരുന്നു ആ കട കാണാൻ. അവിടെ വീഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീഞ്ഞുണ്ടായിരുന്നു. ഇവളുടെ അമ്മ വീഞ്ഞിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ച് ചോദിച്ചു. റേറ്റ് കൂടുതലായതുകൊണ്ട് വാങ്ങിച്ചില്ല ഗൈസ്. നിങ്ങളവിടെ ഉല്ലാസിക്കുകയാണ് ഗൈസ്, ഉല്ലാസിക്കുകയാണ്. നമ്മൾ മിഠായിയൊക്കെ വാങ്ങി. ഗൈസ് ഇത് കണ്ട എന്തിട്ടാ തക്കുന് ഗ്ലൗസ് വാങ്ങിയിട്ടില്ല. അപ്പൊ ഇല്ലേ അപ്പൊ അതേ തക്കുനെ തണുക്കുന്നത് കൊണ്ട് ആൻറ്റി മറ്റേ പൊന്നാടൊക്കെ അണിയിച്ച് നടക്കണ പോലെ പുതപ്പല്ല ഇതൊക്കെ പുതപ്പാണ്. എന്നാ ശരി, പുതപ്പൊക്കെ ഇട്ട് മൂടി കിടന്നുറങ്ങാൻ മൂടി പിടിച്ച് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഈ പുതപ്പില്ലല്ലോ ഞാൻ നിന്റെ വീട്ടിൽ നിൽക്കാൻ വന്നപ്പോ എനിക്ക് കിട്ടുന്ന പുതപ്പ് അല്ലേ?
ലവിന്റെ ഹാർട്ട്. ആ ഓക്കെ ഓക്കെ. പിന്നെ എന്തായാലും നമ്മൾ കുറേ ചോക്ലേറ്റ് വാങ്ങി. ആ കടക്കാർക്ക് ഞങ്ങൾ വന്നപ്പോൾ നല്ല ലാഭം കിട്ടി ഗൈസ്. അവിടെ പിന്നെ അത്തറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മാഷ്മെല്ലോ ആദ്യത്തെ ഒരു 5 തിന്നപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മടുത്ത് ഛർദ്ദിക്കാനൊക്കെ വരാൻ തുടങ്ങി. എനിക്ക് കാരൊക്കെ എറിഞ്ഞതിന് ഛർദ്ദിക്കേണ്ട അസുഖമുണ്ട്. അതുകൊണ്ട് അതെനിക്കുണ്ട്. ഇല്ല ഗൈസ്, ഇവള് പറയല് മാത്രമേ ഉള്ളൂ. പറയല് മാത്രമേ ഉള്ളൂ. അതെ ഗൈസ്, പറയല് മാത്രമേ ഉള്ളൂ. അതെ ഗൈസ്. നമ്മുടെ കുഞ്ഞു ചമ്മിക്കൊണ്ടിരിക്കണം ഗൈസ്. ഞാൻ കയ്യിൽ എണ്ണാൻ പറ്റാത്ത അത്രയും കുഞ്ഞു ചമ്മിയിട്ടുണ്ട് ഈ ഒരു ദിവസം. അവിടെ കുറെ മിഠായികൾ കാണുന്നുണ്ട് ഗൈസ്. കുഞ്ഞു ഞങ്ങൾ പിച്ചുന്നു ഗൈസ്. പിന്നെ നമ്മളിങ്ങനെ ചോക്ലേറ്റ് ഒക്കെ തിന്നോണ്ടിരിക്കായിരുന്നു ഗൈസ്. ഇനി നമ്മൾ അടുത്ത കടയിൽ കയറി. അടുത്ത കടയിൽ ഇതൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ അങ്ങനെ നല്ല പേടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ യെല്ലോ, റെഡ്, ഓറഞ്ച് എന്നിവ കളറിലൊക്കെ മറ്റേ ജെല്ല് പോലത്തെ മിഠായികൾ കാണുന്നുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ. ഈ സാധനം ഞങ്ങൾ വാങ്ങിക്കാന്ന് വിചാരിച്ചാണ് ഗൈസ്. ബട്ട് ഞങ്ങളുടെ ആരുടെയും തലയിൽ അത് കയറിയില്ല. അല്ല, എൻ്റെ തലയിൽ കയറി, ബട്ട് ഇവരുടെ ആരുടെയും തലയിൽ കയറിയില്ല. പിന്നെ അത് എടുത്തില്ല ഗൈസ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. നല്ല ക്യൂട്ട്നെസ് ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മ വാങ്ങി ഗൈസ്. ഇവളുടെ അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും വാങ്ങാൻ പറ്റില്ല ഗൈസ്. കോട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ആ ഒരു ഇതിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ തല വെച്ചാണ് സാധനം എൻ്റെ ഫേവറേറ്റ് മറ്റേ നീല അപ്പൻ്റെ ആയിരുന്നു. അല്ല, അപ്പൻ്റെ അമ്മേൻ്റെ പേര്. ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ തൊപ്പി. അത് ഇവിടെ നല്ല വേറെ കടയിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ആൻറ്റിക്ക് കോട്ടില്ല എന്ന് പറഞ്ഞാൽ ആൻറ്റി കുറേ അന്വേഷിച്ചു. ബട്ട് ഒരു കോട്ട് പോലും ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര റേറ്റുമാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത കടയിൽ കയറിയപ്പോൾ കോട്ട് വാങ്ങി ഗൈസ്. പിന്നെ ഞങ്ങൾ ഇതേ ഇവിടെ ഞങ്ങൾ തലയിൽ ഇട്ട സാധനമില്ല. ആ സാധനം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ പേര് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കേട്ടോ. അത് വാങ്ങിക്കാത്തതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. തക്കു ഇത്ര നേരം ഇവളുടെ അപ്പൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ടാണ് ഇവളുടെ അപ്പൻ ഇപ്പോൾ പൊന്നാട അണിഞ്ഞിരിക്കുന്നത് ഗൈസ്. അമ്മയുടെ കയ്യിലായിരുന്നു. അല്ല, ഇത്ര നേരം അപ്പൻ്റെ കയ്യിലായിരുന്നു. ഇപ്പോഴായിരുന്നു നമ്മുടെ കയ്യിൽ. ഇപ്പൊ അമ്മയ്ക്ക് കോട്ട് വരും. കോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അമ്മയ്ക്ക് കോട്ടൊക്കെ വിട്ടു വാങ്ങിച്ചു. ബട്ട് എന്നാലും എനിക്ക് മറ്റേ കോട്ടാട്ടോ ഇഷ്ടം. മറ്റേ പഞ്ഞി പോലത്തെ കോട്ടാണ് എനിക്ക് എന്നാലും ഇഷ്ടം. നമ്മുടെ കുഞ്ഞു ബേബി ഈ വീഡിയോയിൽ കുറച്ച് വിഷമത്തിലാണ് ഗൈസ്. നമുക്ക് കുഞ്ഞു ബേബിയുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം ആ വീഡിയോയിൽ എന്താ ഇത്രയും വിഷമത്തിലേക്ക്. കുഞ്ഞു ബേബി എന്നാൽ ശരി. കുഞ്ഞമ്മ ശരി. കുഞ്ഞുകുട്ടി എന്താണ് കുട്ടി ഈ വീഡിയോയിലെ വിഷമം? വൈറ്റ് ചോക്ലേറ്റ്, ബ്രൗൺ ചോക്ലേറ്റ്, ബ്ലാക്ക് ചോക്ലേറ്റ്, റെഡ്, ഗ്രീൻ, അങ്ങനെ പല കളേഴ്സിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കളേഴ്സ് ഉണ്ടായിരുന്നു. ബ്രൗണും ബ്ലാക്കും വെള്ളയായിരുന്നു. ഊട്ടി ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഈ 3 കളേഴ്സ് ആട്ടോ വരാം. ബ്രൗൺ, ബ്ലാക്ക്, വൈറ്റ്. നിങ്ങൾ വൈറ്റിന് വൈറ്റ് എന്ന് പറയുന്നവരാണോ അത് വൈറ്റ് എന്ന് പറയുന്നവരാണെന്ന് കമൻറ്റ് ബോക്സിൽ വരും. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ കടകളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ബിലോ. നിങ്ങൾ ഊട്ടിയെ പോയിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് 2 കമൻറ്റ് ബോക്സ് ബിലോ. ഇവിടെ ഇപ്പം നമ്മൾ എന്ത് കാണുന്നത്? റോഡ് കാണുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം പുഴയായിരുന്നു ചളി ഗൈസ്. മുട്ടഞ്ചളി. അത് ചെള്ളിപ്പിള്ളിയാ. നമ്മുടെ വിഷയം മാറുന്നു. ഇതാണ് നമ്മുടെ പാഠം 8, യൂണിറ്റ് 8, ചാപ്റ്റർ 8. പാടെന്ന് ഉദ്ദേശിച്ച മലയാളത്തിലുള്ള പാടല്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി നമ്മൾ 9 ഇത് 9 ആട്ടോ ഗൈസ്. ഇനി 10 വരാൻ പോവാണ്. അപ്പോൾ ബൈ.
ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം.